എടവനക്കാട് തീരപ്രദേശ മേഖലയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് തീരദേശവാസികളുടെ റോഡ് ഉപരോധം. വിശദാംശങ്ങൾ സഹിൻ ആന്റണി നൽകും. സഹിൻ, എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഈ ഉപരോധം? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ സഹിൻ? അതിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എടവനക്കാട്, പ്രത്യേകിച്ചും വൈപ്പിൻ എടവനക്കാട് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പല വീടുകളിലേക്കും കടൽ കയറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ വൈപ്പിൻ റോഡ് ഉപരോധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് നിലവിലെ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്? നമ്മളുടെ എടവനക്കാട് കടപ്പുറം 20 വർഷം പഞ്ചായത്ത് പ്രസിഡന്റാണ്. പേരെന്താ? അസീന അബ്ദുൽ സലാം. 5 മരണം നടന്ന സ്ഥലമാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന് തീരദേശം. നാളിതുവരെ 20 വർഷമായിട്ടും അവിടെ ഒരു കല്ലെടുത്ത് വെക്കാനായിട്ട് നിലവിൽ യാതൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. കടൽകയറിയാണോ മരണം സംഭവിച്ചത്? അതെ, സുനാമിയിൽ 2004 നടന്ന സുനാമിയിൽ 5 മരണം, 5 ജീവനുകൾ എടുത്ത തീരദേശമാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശം. പക്ഷേ നാളിതുവരെ ഈ സുനാമിയിൽ ഇതുവരെ ഇത് നടന്നിട്ടും ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും തട്ടിൽ നിന്നുള്ള ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല നിവേദനങ്ങളും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ തീരസദസ്സിൽ നടന്ന ആവശ്യം ഞങ്ങൾക്ക് 55 കോടി, അതായത് തീരസദസ്സിൽ ഫിഷറീസ് മന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ അപേക്ഷ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 55 കോടിയുടെ എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ടുണ്ട്. ടെട്രോപാഡ് മോഡലിൽ കടൽഭിത്തി. ടെട്രോപാഡൊന്നും പണിതിട്ടില്ല. പണിതിട്ടില്ല. ആകെ മണൽവാടൊക്കെയാണ്. മണൽവാട കടൽ കയറുമ്പോൾ ഒഴുകി പോകും. അത് ഞങ്ങൾക്ക് നിർമ്മിച്ചു കിട്ടണം. ശാസ്ത്രീയമായ രീതിയിലുള്ള പുലിമുട്ടുകൾ ഞങ്ങൾക്ക് നിർമ്മിച്ചു കിട്ടണം. തീരദേശ റോഡ് വരണം. ഇതൊരു സൂചനയാണോ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നവരെ സമരത്തോടെ? ഞങ്ങൾക്ക് ഇത് കിട്ടുന്നവരെയുള്ള സമരമാണ്. തുടർ സമരം ഉണ്ടാവും. എന്താ അവിടുത്തെ വീടുകളുടെ കുറവ്? അവിടെ 30ഓളം വീടുകൾ, നിലവിൽ 30ഓളം വീടുകൾ വെള്ളം കയറി ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു ഗർഭിണി ഡെലിവറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും മാറി, മാസങ്ങൾക്ക് മുമ്പ് തന്നെ വീടുകളിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരവസ്ഥയാണ്. അത്രയ്ക്കും ജനങ്ങൾ ദുസ്സഹാവസ്ഥ. അത് തന്നെയാണ്, ജനങ്ങൾ വലിയ ദുസ്സഹാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നാണുള്ള ഒരു സൂചനയാണ് ഈ കാണിക്കുന്നത്. കാണുന്ന പോലെ തന്നെ പിന്നിൽ നിരവധി വാഹനങ്ങളെല്ലാം തന്നെ തടഞ്ഞിട്ടിരിക്കുകയാണ്. എറണാകുളത്തെ പോകേണ്ട മുഴുവൻ വാഹനങ്ങളും വൈപ്പിൽ തടഞ്ഞിട്ടിരിക്കുന്നു. വൈപ്പിൻ എടവനക്കാടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുന്നത്. എന്തായാലും ഈ കാണുന്നത് പോലെ തന്നെ സ്ത്രീകളടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൽഭിത്തിയൊന്നും കയറ്റി വയ്ക്കാനെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഇതൊന്നും ചെയ്യണില്ല. ഇത് പറയല്ലാണ്ട് ഇത് ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്യണില്ല. കൽഭിത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കടൽഭിത്തി ചെയ്യുമ്പോ ചെയ്യാൻ വരുമ്പോ നോക്കി പോകും, അല്ല ഒന്നും ചെയ്യണില്ല. കടല ആകെ പോയി കിടക്കാണ്. എടവനക്കാട് ആ ഭാഗത്ത് പോയി കിടക്കാണ്. താമസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെയൊക്കെ ഞങ്ങളുടെ വീടുകളിൽ കൊള്ളം കയറി. ഇന്നലെ അതേ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് കരിങ്കൽ ഭിത്തിയുണ്ട്. ആ വെള്ളം കയറി മുഴുവനും അവിടെയുള്ള മറ്റ് പരിസരങ്ങളിലുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറും. എല്ലാവരും നല്ല മുട്ടുവരെ നീന്തണം. ഞങ്ങൾ വന്ന് നോക്കി കാണാം. എന്ന് ഉച്ചക്ക് പോവാ, അപ്പൊ കാണാം കാഴ്ച. ഭക്ഷണം വെക്കാൻ പറ്റുന്നില്ല. ഏറ്റവും കയറി കഴിയുമ്പോണ്ടല്ല, അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ വെള്ളം കയറിയാണ്. ഈ ഭക്ഷണം വെക്കാലും അവിടെ കിടപ്പ് ഒന്നും നടക്കുന്നില്ല. നേരത്തെ തയ്യാറാവാൻ വേണ്ടി ഉച്ചക്ക് സ്ഥിതി അറിയാലോ. അപ്പൊ നേരത്തെ അരിയും കറിയും വെക്കും പോകാൻ പറ്റുമോ? എല്ലായിടത്തും ക്യാമ്പിൽ എന്തോരം കാലം പോയി പകരം മറ്റൊരു സംവിധാനം തരുന്നില്ല. വേറെ ഒരിടത്തേക്കും ഒരു സംവിധാനമല്ല, ആരും നോക്കണമില്ല. ഇന്നലെ മാത്രമേ സാർ വന്നിട്ട് പറഞ്ഞ് 4 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അല്ലാതെ കൂടുതൽ അവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ എന്താകാനാണ്? അവിടെ മറിഞ്ഞ് കിടക്കുന്ന കല്ല് മാത്രം നേരെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. കുറെ അപകടാവസ്ഥ ഞങ്ങൾക്ക് ഒഴിവാക്കിട്ടും. ഇത് വെറുതെ തോട് പോലെ അടക്കാണ്. കാണണം, റോഡും കടലും കൂടെ ഒപ്പം അടക്കണാണ്. അല്ലാതെ ഇവിടെ നിന്നോട്ടല്ല, അവിടെ വന്നത് കാഴ്ച കാണണമെങ്കിൽ അപ്പൊ മനസ്സിലാവുള്ളൂ. അതുതന്നെയാണ് ഇവർ വലിയ ദുരിതമാണ് ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവർ സമരവുമായി മുന്നോട്ടിറങ്ങാൻ തീരുമാനിച്ചതും. എന്തായാലും ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ റോഡ് പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. വൈപ്പിനിൽ നിന്നും എറണാകുളത്തേക്ക് പോകേണ്ട മുഴുവൻ വാഹനങ്ങളും ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് നീതി വേണം എന്നുള്ളത്. അവർ പറയുന്നത് വാസ്തവമാണ്. കാരണം ഉച്ചയോടുകൂടി തന്നെ ഈ വീടുകളിലേക്കെല്ലാം തന്നെ കടൽ കയറാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ അടക്കം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടേണ്ടി വരുന്ന ഒരവസ്ഥ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രശ്നം നിരവധി തവണ അധികാരികളുമായി അവർ സംസാരിച്ചതാണ്. പക്ഷെ അധികാരികൾ ആരും അവരുടെ ശബ്ദം കേൾക്കാൻ തയ്യാറായില്ല. ഇത് എല്ലാ വർഷവും തന്നെയാണോ? എല്ലാ വർഷവും തന്നെയാണ്.
എല്ലാ വർഷവും ഇപ്പൊ പറയണല്ല, അവിടെ വന്ന് കാണണം, ഇപ്പോഴൊക്കെ അറിയാൻ പറ്റുള്ളൂ. പറയുമ്പോൾ വിചാരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ വന്ന് കാണുന്ന കാഴ്ചയുടെ ഒരാൾ സഹിക്കൂല. അത്ര പോലെ റോഡും കടലും കൂടി ഒപ്പത്തിനൊപ്പം കിടക്കുകയാണ്. സീവാളില്ല അവിടെ. കല്ല് പൊക്കില്ല, അതാണ് വെള്ളം കയറിയത്. പണ്ട് കല്ല് പൊക്കുണ്ടായി. ശീവാളില്ല. തോടും ഈ പറമ്പും പോലെ കിടക്കുന്ന കടലും ഇതും കൂടി കിടക്കുന്നത്. അത് തന്നെയാണ് ഈ കടൽ ഭിത്തി വേണമെന്നുള്ള ഒരു ആവശ്യം കാലങ്ങളായി ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം. ആ വിഷയം ആരും അവരെ പരിഗണനയിലേക്ക് എടുക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഈ ജനങ്ങൾക്കുണ്ട്. അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയാകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വരുന്ന ഒരു അവസ്ഥ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാണുന്നത് പോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനോ കുട്ടികൾക്ക് ഒന്നിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് കിടന്നുറങ്ങാനോ കഴിയാത്ത ഒരവസ്ഥ. എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളത് ഇവർക്കറിയില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരമായി ഇവിടുത്തുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരമായി കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ആർക്കും താമസിക്കാനോ നിൽക്കാനോ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് ഉപരോധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇത് ഇത്തരത്തിലൊരു സമരം, ഒരു മുന്നറിയിപ്പ് വല്ലതും ഉണ്ടായിരുന്നു? ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന സമരം ചെയ്യും. മുന്നറിയിപ്പ് പലതവണ കഴിഞ്ഞാണ്. 2 തവണ വില്ലേജ് ഓഫീസ് വിരോധം കഴിഞ്ഞ്, ധർണ കഴിഞ്ഞ്, പലതും കഴിഞ്ഞാണ്. അധികാരികൾക്ക് ഇപ്പോഴും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണില്ല. നിലവിൽ പാസ്സാക്കി കിടക്കുന്ന തീരദേശ റോഡ് പണിയാൻ വരെ അവർ തയ്യാറാവുന്നില്ല. അറസ്റ്റ് വരാല്ല, ഞങ്ങൾ മരണം വരെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ലെന്ന്. ഞങ്ങൾ പോകില്ല. മന്ത്രിയോ എം എൽ എയോ എം പിയെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രി ഇവിടെ വാക്ക് പറഞ്ഞു പോയിട്ട് ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ വകുപ്പ് മന്ത്രി വരാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. അത് ഉറച്ച തീരുമാനമാണ്. ഈ ജനതയുടെ എന്ന് വെച്ചാല് ജീവൻ മരണ പോരാട്ടമാണ്, ഞങ്ങളുടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങൾ മരണം വരെ ഞങ്ങൾ തുടരും. ഇതിൽ നിന്ന് ഞങ്ങൾ 1 ഇഞ്ച് പിന്നോട്ട് മാറില്ല. പോലീസ് അടിച്ചമർത്താൻ വന്നാൽ പോലും ഞങ്ങൾ ഇവിടുന്ന് പിന്മാറില്ല എന്ന് ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. തന്നെയാണ് അതിലെന്തായാലും വലിയ ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം. അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ വീടുകളിൽ കിടക്കാൻ കഴിയുന്നില്ല. ആ വീടുകളിൽ ഉച്ചയായി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങി ഓടേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത്. മാത്രമല്ല വീടുകളിലേക്ക് ഇരച്ചു കയറുന്നു. കടൽക്ഷോഭം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആരംഭിച്ചിട്ട് ഇത് വർഷങ്ങളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സീവാളില്ലാത്തത് കൊണ്ട് തന്നെ, കടൽ ഭിത്തികൾ നിർമ്മിക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രശ്നം ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടുത്തുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അവർ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. റോഡിൽ കുത്തിയിരുന്നാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇനി അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, തൊട്ടു പുറകിലായി കാണുന്നത് നിരവധി വാഹനങ്ങൾ ഇവിടെ നിന്ന് വൈപ്പിനിൽ നിന്നും എറണാകുളത്തേക്ക് പോകേണ്ട വാഹനങ്ങളാണ്. ആ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോയി നിന്ന് ബസ് കയറേണ്ടി വരുന്നൊരവസ്ഥ. അതായത് 2 ഭാഗങ്ങളിലായി റോഡ് തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. പോലീസും നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം കിട്ടാത്തത് കൊണ്ട് തന്നെയായിരിക്കും പോലീസ് സംയമനം പാലിച്ചു തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഈ ജനങ്ങൾ നടത്തുന്ന ഒരു സമരം അത് ആവശ്യമായ സമരമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, അവിടെ ഈ കടൽ ഇങ്ങനെ ഇരച്ചു കയറുന്നത് കണ്ടാൽ സ്വാഭാവികമായും മനുഷ്യർക്ക് ആർക്കും സഹിക്കാൻ കഴിയില്ല. ഒരു വീട് അല്ലെങ്കിൽ ഒരു ദുരിതം എങ്ങനെയാണോ അനുഭവിക്കേണ്ടി വരുന്നത് അത് പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത, അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സമരം. ആ സമരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആതിര, ശരി, ഇത്തരത്തിൽ കടുത്ത നിലപാടിലാണ് എടവനക്കാട് തീരപ്രദേശവാസികൾ. കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ഉപരോധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഈ റോഡ് ഉപരോധം ഇപ്പോൾ വൈപ്പിനിൽ നടക്കുന്നത്. വലിയ തരത്തിൽ ഗതാഗത തടസ്സമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ജനങ്ങളുടെ തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി വൈപ്പിനിൽ. Zindabad!